നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കാസർഗോഡ് ജില്ലയിലെ ഉദുമ മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. കാസർഗോഡിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ചുവപ്പുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലം, അട്ടിമറികൾക്ക് അത്ര എളുപ്പം വഴങ്ങാത്ത ഉദുമ. പക്ഷേ ഇത്തവണ കാറ്റ് മാറുമോ? കാസർഗോഡ് ജില്ലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ എന്നും നിർണായക സ്ഥാനമുള്ള മണ്ഡലമാണ് ഉദുമ. സിറ്റിംഗ് MLA-യുടെ കരുത്തും UDF-ന്റെ തിരിച്ചുപിടിക്കൽ തന്ത്രങ്ങളും BJP ഉയർത്തുന്ന വെല്ലുവിളിയും ചേർന്നുകൊണ്ടാണ് ഉദുമയിലെ പോരാട്ടം തീപാറുന്നതാകുന്നത്. സിറ്റിംഗ് MLA CH കുഞ്ഞമ്പുവിലൂടെ കോട്ട കാക്കാൻ ഇടതുപക്ഷം സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങുമ്പോൾ K നീലകണ്ഠനിലൂടെ ആ ചുവപ്പുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ UDF ലക്ഷ്യമിടുന്നു. ഇതിനിടയിൽ മനുലാൽ മേലത്തിലൂടെ BJP പിടിക്കുന്ന വോട്ടുകൾ ആരുടെ സിംഹാസനമാണ് തകർക്കുക? വികസനവും രാഷ്ട്രീയ അതിജീവനവും ഒരുപോലെ ചർച്ചയാകുന്ന ഉദുമയുടെ മനസ്സിലിരിപ്പ് എന്താണ്? LDF നമ്മൾക്ക് നോക്കാം. CH കുഞ്ഞമ്പുവാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, CPIM സ്ഥാനാർത്ഥി. എന്താണ് ശക്തി? സിറ്റിംഗ് MLA എന്ന നിലയിലുള്ള പ്രവർത്തന പരിചയം. CPIM-ന്റെ ശക്തമായ സംഘടനാ സംവിധാനം പിന്നിലുണ്ട്. ഓർക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. മണ്ഡലത്തിലെ വികസന പദ്ധതികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെല്ലുവിളി എന്താണ്? ഭരണവിരുദ്ധ വികാരം, ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക. 10 വർഷത്തോളമായി മണ്ഡലത്തിൽ തുടരുന്ന ഇടത് ഭരണത്തിനെതിരെ സ്വാഭാവികമായി ഉയരാൻ സാധ്യതയുള്ള വിമർശനങ്ങൾ. എന്നാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നേറുന്ന പ്രസ്ഥാനം മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു. UDF-നെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ K നീലകണ്ഠൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ശക്തി കേന്ദ്രമായിട്ടുള്ളത് ഒന്ന് പ്രാദേശികമായിട്ട് വോട്ടർമാർക്കിടയിലുള്ള സ്വാധീനമാണ്. കഴിഞ്ഞ തവണത്തെ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് UDF വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമമാണ് അവരുടെ മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് പ്രചാരണത്തിൻ്റെ രീതി. വെല്ലുവിളി എന്താണ് എന്ന് വെച്ചാൽ CPIM-ന്റെ ഉരുക്കുകോട്ടയിൽ വിള്ളലുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കേഡർ വോട്ടുകളുടെ കുറവാണ് കോൺഗ്രസും UDF-ഉം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. അത് പരിഹരിക്കുന്നു ഇപ്പോൾ ഈ പ്രചാരണ വേളയിൽ എന്ന് അവർ പറയുകയും ചെയ്യുന്നു. NDA-യെ സംബന്ധിച്ചിട്ട് മനുലാൽ മേലത്താണ് അവിടെ സ്ഥാനാർത്ഥി. BJP-യുടെ സ്ഥാനാർത്ഥി തന്നെയാണ്. പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് യുവത്വത്തിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളതിലേക്കാണ് മനുലാൽ മേലത്ത് അവിടെ ഇപ്പോൾ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ BJP-ക്ക് വർദ്ധിച്ചു വരുന്ന വോട്ട് വിഹിതം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ജില്ലയിൽ മോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പരമാവധി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ NDA-യെ സംബന്ധിച്ചിട്ടും BJP-യെ സംബന്ധിച്ചുമുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് LDF UDF നേരിട്ടുള്ള ഒരു പോരാട്ടത്തിൽ 3-ാം സ്ഥാനത്ത് നിന്ന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് NDA-യെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്. ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇടതുകോട്ടയിലെ വിള്ളൽ എന്നൊരു പ്രയോഗം നമ്മൾക്ക് നടത്തേണ്ടി വരും. 91 മുതൽ ഇടതുപക്ഷം മാത്രം ജയിച്ചു വരുന്ന മണ്ഡലമാണ് ഉദുമ, അതിൽ സംശയമില്ല. പക്ഷേ 2016-ൽ K സുധാകരൻ അവിടെ കോൺഗ്രസിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് മത്സരിച്ചപ്പോൾ ഭൂരിപക്ഷം വെറും 3832 കുറഞ്ഞിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിട്ട്. അത് UDF-ന് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല. വികസന മുരടിപ്പ് എന്നതുമായി ബന്ധപ്പെട്ട് UDF-ഉം BJP-യും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണം LDF-നെ സംബന്ധിച്ചിട്ട് നേരിടേണ്ടതുണ്ട്. കാസർഗോഡ് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിലെ വിഷയം ഒരു പോരായ്മയായിട്ട് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം അവിടെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിറ്റിംഗ് MLA എന്നുള്ള നിലയിൽ അതിന് കുഞ്ഞമ്പു ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഘടകമായിരിക്കും. ആ മറുപടി വിശ്വസനീയമായിട്ട് വോട്ടർമാർക്ക് തോന്നുമോ ഇല്ലയോ എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. BJP ഫാക്ടർ എന്താണ് എന്ന് വെച്ചാൽ മനുലാൽ മേലത്ത് പിടിക്കുന്ന വോട്ടുകൾ ആരുടെ പെട്ടിയിൽ നിന്നാണ് ചോരുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് UDF-ന്റെ വിജയസാധ്യതയെ ബാധിക്കുമോ? LDF-നോടുള്ളൊരു ചോദ്യം. വർഷങ്ങളായിട്ട് ഉദുമ ചുവപ്പിൽ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഉറച്ചു നിൽക്കുമ്പോഴും കാസർഗോഡിൻ്റെ വികസന പിന്നാക്കാവസ്ഥ മാറ്റാൻ CH കുഞ്ഞമ്പുവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഈ പ്രചാരണ വേളയിൽ ഉടനീളം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഉയർന്നിട്ടുണ്ട്. ഒപ്പം ഇത്തവണത്തെ വോട്ട് ചോർച്ച ഇത്തവണ ഉണ്ടാകും അത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിനെ നിങ്ങൾ ഭയക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരുന്നു. UDF-നോട് ചോദിക്കാനുള്ള ചോദ്യം, പലപ്പോഴും ഉദുമയിൽ ഇടതുപക്ഷത്തിന് വലിയ ഭൂരിപക്ഷം ലഭിക്കാറുണ്ട്. K നീലകണ്ഠന് ആ ചുവപ്പുകോട്ട പിളർത്താൻ ആവശ്യമായിട്ടുള്ള സംഘടനാ കരുത്തുണ്ടോ? NDA-യോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറയുന്നത്, ഉദുമയിൽ BJP-ക്ക് വോട്ടുണ്ടെങ്കിലും അത് വിജയത്തിലേക്ക് എത്തുന്നില്ല. മനുലാൽ മേലത്തിലൂടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക മാത്രമാണോ നിങ്ങളുടെ ലക്ഷ്യമെന്നുള്ള ചോദ്യം വരികയും ചെയ്യുന്നു. 2021-ലെ ഫലം നമ്മൾക്ക് നോക്കേണ്ടതുണ്ട്. CH കുഞ്ഞമ്പു അന്ന് വിജയിച്ചത് 13,322 വോട്ടുകൾക്കാണ്. 2016-ലെ കുറഞ്ഞ ഭൂരിപക്ഷം 2021-ൽ തിരിച്ചു പിടിക്കാൻ CPIM-ന് കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിലനിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ വെല്ലുവിളി. ആ വെല്ലുവിളി വിജയപൂർവ്വം ഏറ്റെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിയുമോ? ഉദുമയിൽ നിന്ന് ഉയരുന്ന ഈ ചോദ്യങ്ങൾ അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിലുമുണ്ട്. ആ വോട്ടർമാരുടെ ഹിതത്തിന് അഥവാ ജനഹിതത്തിന് വിധി വിട്ടുകൊണ്ട് നന്ദി, നമസ്കാരം.